നിയോ ഫാസിസം ഇപ്പോ ചർച്ചയാണ്. മാതൃഭൂമിയാണ് ആ ചർച്ച തുടങ്ങിയത്. എന്താണ് നിയോ ഫാസിസം, എന്താണ് ഫാസിസം? മാർക്സിസ്റ്റുകാർ ഫാസിസം ഉപേക്ഷിച്ചിരിക്കുകയാണോ? ഇപ്പോഴും ഫാസിസല്ലേ? ഇപ്പോഴും ഫാസിസമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, എങ്കിൽ ഈ സമരം നടക്കില്ല. അവരധികം വിശദീകരിക്കാൻ ഞാൻ പുറപ്പെടുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണ സംവിധാനവുമാകെ ഫാസിസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഭരണകൂട വ്യവസ്ഥക്കെതിരായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന ഈ സമരമുണ്ടാവില്ല. അപ്പോ ഫാസിസമാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ ഈ സമരമുണ്ടോ ഇല്ലയോ എന്നാണ്. ഉണ്ടോ? ഇത് മായ? ഈ സമരം മായയാണോ അല്ല നമുക്ക് തോന്നുന്നതാണോ? വസ്തുതാപരമായിട്ട് ഈ സമരം നടക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ നടക്കുന്നു. അവിടെ കേന്ദ്രത്തിൽ 2 ദിവസമായി സമരമാണ്. കേരളത്തിലുടനീളം ഇന്ന് സമരമാണ്. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നടക്കുന്ന സമരത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ പല ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ ഇപ്പോഴും നമുക്ക് അനുവാദമുണ്ട്. അതിന്റെ അർത്ഥം ഇന്ത്യ പഴയകാലത്തെ ഫാസിസത്തിന്റെയോ പുതിയ കാലത്തെ ഫാസിസത്തിന്റെയോ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. കുറെ ദിവസമായിട്ട് ചർച്ച തുടങ്ങിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ധാരണ വേണം. അതിപ്പോഴും കോൺഗ്രസുകാർ പറയുന്നത് BJPയുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അകത്ത് ഫാസിസം എന്നുള്ള പദം CPIM പ്രയോഗിക്കാത്തത് എന്ന് രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് രേഖ എവിടെയോ കണ്ടതോ പറഞ്ഞതോ ആരോ പറഞ്ഞതോ മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടോ ഇപ്പൊ ചില ആളുകൾ, ചില ബുദ്ധിജീവികൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിലൊന്നും തർക്കമില്ല. ഞങ്ങൾക്കിത് വ്യക്തമായ ധാരണയുണ്ട്. ഞങ്ങളുടെ ധാരണ എന്താ? CPIMന്റെ പാർട്ടി പരിപാടി 2000-ലാണ് സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം തകർന്നു പോയതിനു ശേഷം, മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോയതിനു ശേഷം പാർട്ടി പരിപാടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. കാലോചിതമായിട്ട് മാറ്റാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ തിരുവനന്തപുരത്ത് വെച്ചാണ് പാർട്ടിയുടെ സ്പെഷ്യൽ സമ്മേളനം ചേർന്നത്. 1964-ൽ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് 7ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കൽക്കത്തയിൽ ചേർന്ന് അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ പാർട്ടിയുടെ പരിപാടി, അത് എല്ലാ കാലവും മാറ്റുന്ന ഒന്നല്ല. പാർട്ടി പരിപാടി സാധാരണ രീതിയിൽ മാറ്റത്തിന് വിധേയമാവാതെ ഒരു കാലഘട്ടം വരെ മുമ്പോട്ടേക്ക് പോകുന്ന ഒരു രേഖയാണ്. എന്നാൽ സാർവദേശീയ രംഗത്ത് വന്ന വലിയ മാറ്റം, ആ മാറ്റം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചു, നമുക്ക് കാലോചിതമായിട്ട് നമ്മുടെ പാർട്ടി പരിപാടിയിൽ മാറ്റം വരുത്തണം. കാരണം സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് ക്യാമ്പും അതേപ്പറ്റിയെല്ലാമുള്ള പരാമർശങ്ങളുള്ള അതിന്റെ എല്ലാം ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു പാർട്ടി പരിപാടിയാണ് 1964-ലെ 7ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൽക്കത്തയിൽ തയ്യാറാക്കിയ പാർട്ടി കോൺഗ്രസ് തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രേഖ. നമ്മൾ തീരുമാനിച്ചു അത് മാറ്റണം. കാരണം സോവിയറ്റ് റഷ്യയില്ല, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയില്ല. എന്നാൽ ജനകീയ ചൈനയുണ്ട്, വിയറ്റ്നാമുണ്ട്, ക്യൂബയുണ്ട്, ലാവോസ് ഉണ്ട്, വടക്കൻ കൊറിയയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രതിവിപ്ലവ ശക്തികൾ അതിശക്തിയായിട്ട് ചൈനയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു രേഖ തയ്യാറാക്കണം. സോഷ്യലിസത്തിന്റെ തകർച്ചയല്ല, സോഷ്യലിസം പ്രയോഗിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് എന്ന് കൃത്യതയോടുകൂടി ആ പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട്, പുതുക്കിയ പാർട്ടി പരിപാടിയുടെ ഭാഗമായി നമ്മൾ എത്തിച്ചേർന്ന നിഗമനം വ്യക്തമാക്കുകയും ചെയ്തു. ആ 2000-ൽ ചേർന്ന പാർട്ടി സമ്മേളനം ഇവിടെ ഈ തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടി അതിന്റെ 7-14 7ാമത്തെ അധ്യായത്തിന്റെ 14ാമത്തെ ഖണ്ഡിക. എന്താണ് RSSും BJPയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതൊന്നുകൂടി വായിച്ചു. പാർട്ടി പരിപാടിയുടെ ആകെ 8 അധ്യായങ്ങളുള്ളത്. മുമ്പ് 9 ഉണ്ടായിരുന്നു. പുതുക്കിയപ്പോ അത് 8 ആക്കി ചുരുക്കി.
എട്ടാമത്തത് പാർട്ടി കെട്ടിപ്പടുക്കലാണ്. 7-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ഖണ്ഡിക. അന്ന് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന RSSനെ പറ്റിയുള്ള BJPയെ പറ്റിയുള്ള വിശകലനമാണ്. പാർട്ടി പറഞ്ഞു, RSSനാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അല്ലാണ്ട് BJP നയിക്കുന്നതല്ല RSS. RSSനാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. എന്നിട്ട് RSS എന്താണ് എന്ന് വിശദീകരിച്ചു. പാർട്ടി പറഞ്ഞു, RSS എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു സംഘടനയാണ്. ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു സംഘടനയാണ് RSS. ആ RSSനാൽ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവിടെ അവസാനിപ്പിച്ചില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പറഞ്ഞു, ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് BJP. എന്തുകൊണ്ടാണ്? എല്ലാ ബൂർഷ്വാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണ്. BJP അങ്ങനെയല്ല. BJPക്കകത്ത് അതിന്റെ ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കുന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS ആണ്. ഹിന്ദുത്വ രാഷ്ട്ര സൃഷ്ടിക്കു വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപകടകരമാണ്. അത് പാർട്ടി പരിപാടിയുടെ ഭാഗമായി 7-14 ഈ പാർട്ടി അതിന്റെ പാർട്ടിയുടെ മാറ്റിയ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്ത, കാലോചിതമായിട്ട് മാറ്റിയ പാർട്ടി പരിപാടിയിൽ തന്നെ RSSനെ സംബന്ധിച്ചും BJPയെ പറ്റിയും RSSന്റെ പ്രത്യേകതയും അതിനെ നയിക്കുന്ന RSS നയിക്കുന്ന BJPയെ പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞിട്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും, ബൂർഷ്വാ പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. മതമൗലികവാദ നിലപാടുകൾ സ്വീകരിച്ച് വർഗീയ ധ്രുവീകരണത്തിൽ പ്രവർത്തിക്കുന്ന RSSന്റെ നേതൃത്വത്തിലുള്ള ഈ BJP എന്ന് കൃത്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് 2000-ലാണ്. 2000-ലാണ് പാർട്ടി പരിപാടി പുതുക്കിയത്. ഇനിയിപ്പോഴും ചില ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ? BJPക്ക് അനുകൂലമായ നിലപാട് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ചിലര്. അത് കോൺഗ്രസാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. ആദ്യം അത് പറഞ്ഞാലേ പൂർണ്ണമാവുള്ളൂ. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏറ്റവും കടുത്ത ശത്രു ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമാക്കി. അത് നേരത്തെ പറഞ്ഞ പാർട്ടി പരിപാടിയിൽ പറഞ്ഞ RSSനാൽ നയിക്കുന്ന BJP തന്നെയാണ്. ആ ശത്രുവിനെതിരായിട്ട് രാജ്യത്തെ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെയും ഭാഗമായിട്ട് രണ്ടും. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കഴിഞ്ഞ 2-3 പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട രേഖയൊന്ന് പരിശോധിക്കണം. 22-ാമത്തെ പാർട്ടി കോൺഗ്രസ്. ഇത് 23-24-ആണ്. 22-ാമത്തെ പാർട്ടി കോൺഗ്രസിൽ നമ്മൾ പറഞ്ഞു, RSSന്റെ നേതൃത്വത്തിലുള്ള BJP ഫാസിസ്റ്റ് അജണ്ടകളാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കേട്ടോ, ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ടയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് 22-ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞത്. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ മതധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തി കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് പ്രവണതയുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നാണ്. നേരത്തെ അജണ്ടയാണ്, ഇത് നിലപാടുകളാണ്. ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകൾ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള മുഴുവൻ ശക്തികളെയും ചേർത്ത് വേണം മുന്നോട്ടേക്ക് പോകാൻ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കണ്ണൂർ സമ്മേളനം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പറഞ്ഞു വെച്ചു. എന്നിട്ട് പാർട്ടി പറഞ്ഞു, ഈ BJPയെ എങ്ങനെയാണ് തോൽപ്പിക്കുക?
ഈ വായിക്ക് തോന്നുന്നതെല്ലാം പറഞ്ഞു നടക്കുന്ന ഈ കോൺഗ്രസ്സുകാരോട് ഉൾപ്പെടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, എങ്ങനെയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാനാവുക? അതുവരെ തോൽപ്പിക്കാനാവില്ല എന്നാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെ ധാരണ. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഭരണകൂട വ്യവസ്ഥയുടെ പൊതുപ്രവണതയായ RSSന്റെ നേതൃത്വത്തിലുള്ള BJP കൈകാര്യം ചെയ്യുന്ന ഫാസിസ്റ്റ് അജണ്ടയിൽ നിന്ന് അത് നടപ്പിലാക്കാനുള്ള പ്രക്രിയയിലേക്ക് പോയ BJPയെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് തന്നെ പാർട്ടി പറഞ്ഞു, ഇവർ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതാണ്, ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതാണ്, മത മൗലികവാദ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന്റെ പിന്നിൽ ഒരു അർത്ഥശാസ്ത്രമുണ്ട്. അതാണ് വിശകലനം ചെയ്തത്. ഇത് ദർശനാണല്ലോ. ഒരു അർത്ഥശാസ്ത്രമുണ്ട്. അർത്ഥശാസ്ത്രം എന്താ? അതാണ് പുത്തൻ കോളനി വ്യവസ്ഥ എന്ന് പിന്നീട് വിളിക്കുന്ന പുതിയ സാമ്പത്തിക വ്യവസ്ഥ. പുതിയ സാമ്പത്തിക വ്യവസ്ഥ, ആ പുതിയ വ്യവസ്ഥയാണ് ഇപ്പോൾ ലോകവ്യാപകമായിട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രത്യേകതയാണ് 24-ാം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ കണ്ടത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് 23-ാം പാർട്ടി കോൺഗ്രസിൽ എങ്ങനെ BJPയെ തോൽപ്പിക്കാമെന്ന കാര്യം അടവ് നയമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. അതിന് വളരെ വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസുകാർക്ക് തന്നെ ഈ ഗവൺമെന്റിനെ BJPയെ താഴെ ഇറക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴാണ് സഖാവ് യെച്ചൂരി CPIMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി കൃത്യതയോടുകൂടി കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം ഈ ലൈൻ അവതരിപ്പിച്ചത്. എന്താ ലൈൻ? BJPയെ തോൽപ്പിക്കാം. എങ്ങനെ തോൽപ്പിക്കാം? വെറുതെ ഒരു സ്വപ്നം പോലെ തോൽപ്പിക്കാന്ന് പറഞ്ഞതല്ല. പാർട്ടി പറഞ്ഞു 67% ജനങ്ങൾ, 63 കൃത്യമായിട്ട് പറഞ്ഞ 63% ജനങ്ങൾ BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്തവരാണ് ഇന്ത്യയിൽ. അപ്പോ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് എത്രയാ? 37%. 37% ജനങ്ങൾ മാത്രമേ BJPക്ക് അനുകൂലമായിട്ട് 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ളതാണ് പാർട്ടി കോൺഗ്രസ്, കണ്ണൂർ പാർട്ടി കോൺഗ്രസ് 3 കൊല്ലം മുമ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഈ 63% BJP വിരുദ്ധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി കണക്കാക്കി ഓരോ മണ്ഡലവും മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയും BJP വിരുദ്ധ വോട്ട് പൂർണ്ണമായി ചേർത്ത് നിർത്താൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി പാർട്ടി ആരാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു BJP വിരുദ്ധ ഏകോപിത സ്ഥാനാർത്ഥിയായി ഓരോ സംസ്ഥാനത്തിലും എല്ലാ പാർട്ടികളും ചേർന്ന് BJPക്കെതിരായി ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോയാൽ BJPയെ തോൽപ്പിക്കാം. ഞങ്ങൾ അന്ന് പറഞ്ഞാണ് തോൽപ്പിക്കാം. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് നിതീഷ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിയുടെ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമം CPIMന്റെ ജനറൽ സെക്രട്ടറി കൂടി മുൻകൈയെടുത്ത് നടത്തിയത്. നമ്മൾ പറഞ്ഞാൽ മുഴുവനാളും കേൾക്കില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു പ്രബലമായ പാർട്ടി എന്ന രീതിയിലാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ ഫലപ്രദമായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ അതുപോലെ തന്നെയുള്ള മുഴുവൻ കോൺഗ്രസ് അല്ലാതുമായ വിഭാഗങ്ങൾ മുഴുവനുമായിട്ട് ചേർന്ന് സംസാരിച്ച് ഒരു ഏകോപിതമായ രീതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ഇന്ത്യ എന്ന വികാരത്തോടുകൂടി നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കണം എന്ന നിലപാട് സ്വീകരിച്ച് വരുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ആദ്യം മനസ്സിലായത്. എന്താ? ഇത്രയെല്ലാം വന്നപ്പോ കോൺഗ്രസിന് ചെയർമാനാവണം. നിതീഷ് കുമാർ ഇവരെല്ലാം ബന്ധപ്പെടുത്തി ഒരു കൺവീനറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാമെന്ന ധാരണയിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഇടപെട്ട് പറയുന്നത് ഞങ്ങളുടെ പ്രസിഡന്റിനെ ഇതിന്റെ ചെയർമാനാക്കണം. അപ്പൊ കള്ളി മനസ്സിലായി നിതീഷിന്. അവസരവാദത്തിന്റെ അങ്ങേ തലയാണ് ഇവരെല്ലാം. നിതീഷ് മാത്രമൊന്നല്ല, ഇവർ പലരും ഈ BJP എതിർക്കുന്നു എന്ന് പറയുന്ന ഇവരുടെ തന്നെ താല്പര്യം വളരെ പ്രധാനമാണ് ഓരോന്നിന്റെയും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പറഞ്ഞു, നിങ്ങളെ പരിഗണിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾക്ക് ചെയർമാനായിട്ട് വരട്ടെ, ആളുകൾ വരട്ടെ എന്നുള്ളതാണ്.
സ്വാഭാവികമായിട്ടും ഈ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവർ തക്കം നോക്കി ഇരിക്കാനുള്ളോ? നിതീഷിന് മനസ്സിലായി കാര്യം പോക്കാണ്. കാരണം ഇതൊട്ടൊരു ശരിയായ രീതി വരികയും ചെയ്യില്ല. BJP നിന്ന് വിട്ടിങ്ങോട്ട് വരികയും ചെയ്തു. ഇനി എന്താണ് വഴി ഭരണത്തിലേക്ക് പോകും? ഇതേ അവരാലോചിക്കുന്നുള്ളൂ. അവരെ രാഷ്ട്രീയതാണ്. അവർ ഉടനെ തീരുമാനിച്ചു BJP ക്യാമ്പിലേക്ക് തന്നെ പോകാൻ. അപ്പോ നമ്മുടെ പത്രങ്ങളെല്ലാം എഴുതി, അയ്യോ പോയി, ഒരു സാധ്യത വന്നതാണ്, മങ്ങിപ്പോയി, ഇനി രക്ഷയില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോഴും സീതാറാം യെച്ചൂരി തന്നെയാണ് പറഞ്ഞത്, ഭയപ്പെടാനില്ല. നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ 37% വോട്ട് കിട്ടിയത് അന്നത്തെ മുന്നണിയുടെ ഭാഗമായി നിതീഷ് കുമാർ ഉൾപ്പെടെ BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്. അപ്പൊ പുതുതായിട്ടൊന്നും നഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. നമുക്കിനിയും സാധ്യതയുണ്ട്. ഈ 63% യോജിപ്പിക്കാൻ കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് പിന്നെ ഇന്ത്യ ബ്ലോക്ക് രൂപം കൊണ്ടത്. ആ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് ഫലപ്രദമായിട്ട് അപ്പോഴും പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറായോ? നമ്മൾ കണ്ടു തയ്യാറായിട്ടില്ല. കോൺഗ്രസ് തയ്യാറായിരുന്നുവെങ്കിൽ 2% വോട്ടിന്റെ കുറവേ ഉള്ളൂ ഇന്ത്യ ബ്ലോക്കിന്. 2% വോട്ട് 38 MPമാര് കൂടി മാറിയിരുന്നുവെങ്കിൽ, കിട്ടിയിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു ഇന്ത്യയുടെ. BJPയുടെ ഗവൺമെന്റ് ഇല്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. BJP ആഗ്രഹിച്ചതുപോലെ ഒരു ഹിന്ദുത്വ നാടാക്കി 2025 ആകുമ്പോഴേക്ക് RSSന്റെ 100ാം വാർഷികമാകുമ്പോഴേക്ക് ഈ ഇന്ത്യയെ പരിവർത്തനം ചെയ്യിപ്പിക്കാമെന്ന അവിടെ ഉന്നം തെറ്റി. ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ ഭാഗം പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രസക്തമാണെന്നുള്ളതുകൊണ്ടാണ്. അതിങ്ങനെയാണ്. 22ാം പാർട്ടി കോൺഗ്രസിലും 23ാം പാർട്ടി കോൺഗ്രസിലും ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്ന 24ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് അത് മാറ്റത്തിന് വിധേയമാണ്. ഇപ്പോഴത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായി ഞങ്ങൾ കൃത്യമായ ഒരു പദം ഉപയോഗിച്ചു. 22ാം പാർട്ടി കോൺഗ്രസിലും 23ാം പാർട്ടി കോൺഗ്രസിലും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി പരിപാടിയുടെ 7 അധ്യായത്തിലെ 14ാം ഖണ്ഡികയിലും പറഞ്ഞതിൽ നിന്ന് അല്പ വ്യത്യാസത്തോടുകൂടി ഇന്നത്തെ ലോക പശ്ചാത്തലത്തെ വിശകലനം ചെയ്തിട്ട് ഒരു പദം ഞങ്ങൾ ഉപയോഗിച്ചു. ആ പദം എന്താ? ആ പദമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ഫാസിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് RSS BJP സംവിധാനം ഇന്ത്യയെ നയിക്കുന്നത് എന്നാണ്. ഇത് കടുത്ത രീതിയിലുള്ള പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞതിനേക്കാളും പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് പറഞ്ഞതിനേക്കാളും 22ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞതിനേക്കാളും 23ാം പാർട്ടി കോൺഗ്രസിനെ പറഞ്ഞതിനേക്കാളും കൂടുതൽ അർത്ഥവത്തായ സാർവദേശീയ പശ്ചാത്തലം കൂടി ചേർത്ത് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ പ്രത്യേകതയോടുകൂടി നിൽക്കുന്ന ഈ പുതിയ ഫാസിസ്റ്റിക് രീതിയെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് എന്നാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെച്ചത്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഈ പുതിയത് എന്ന്, നിയോ എന്നുള്ള പദം എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ സഹാക്കൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പാർട്ടി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം പാർട്ടി മെമ്പർമാർക്ക് മനസ്സിലാക്കാൻ എന്താണ് ഞങ്ങൾ നവഫാസിസ്റ്റ് അല്ലെങ്കിൽ നവഫാസിസത്തെ പറ്റി, നവഫാസിസ്റ്റിക് രീതിയെ പറ്റി ഒക്കെ പറയുന്നത് എന്നുള്ളതിനൊരു കുറിപ്പ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ തയ്യാറാക്കി താഴെ പാർട്ടി മെമ്പർമാർക്ക് നൽകി. ഇതാണ് മഹാരഹസ്യമായ ഒരു രേഖ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നുകൊണ്ട് മാത്രം ഉപയോഗിച്ചത്. ഒരു രഹസ്യരേഖയല്ല. അതായത് രാഷ്ട്രീയ പ്രമേയത്തിന്റെ അകത്ത് പുതുതായി ഉൾച്ചേർത്ത ഒരു പദവുമായി ബന്ധപ്പെട്ട് സഖാക്കൾക്കിടയിൽ ഒരു സംശയവും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഒരു കുറിപ്പായി ആ പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ദേശീയാടിസ്ഥാനത്തിലും സാർവദേശീയാടിസ്ഥാനത്തിലും എന്തുകൊണ്ടാണ് ആ പദപ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വിശദീകരിച്ചത്. അതിങ്ങനെയാണ് വിശദീകരിച്ചത്. പറയുമ്പോ എല്ലാം പറഞ്ഞേ. എങ്ങനെയാ? ക്ലാസിക്കൽ ഫാസിസം, അതിനങ്ങനെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1ാം ലോകമഹായുദ്ധത്തിന്റെയും 2ാം ലോകമഹായുദ്ധത്തിന്റെയും ഭാഗമായിട്ട് നമ്മൾ കാണുകയും വിശകലനം ചെയ്തിട്ടുള്ള ഫാസിസം, നാസിസം, ഹിറ്റ്ലർ, മുസോളിനി, ഇതെല്ലാമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫാസിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, അവരോടൊപ്പം തെറ്റി നിൽക്കുന്നവരെ ഉൾപ്പെടെ ഗ്യാസ് ചാമ്പറിലേക്കിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്ന
അതിന്റെ പേരാണ് ഫാസം. അല്ലാണ്ട് പ്രകടനത്തിനെതിരായിട്ട് ഒരു കേസെടുത്തതല്ല. ലക്ഷക്കണക്കിന് മനുഷ്യരെ ജൂതന്മാരെ കൊന്നൊടുക്കിയ ഏറ്റവും വൃത്തികെട്ട, ലോകം കണ്ട ഇതുപോലെ ഒരു കൊലപാതക ശൃംഖല രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായതുപോലെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. അത്ര വലിയ രീതിയിലുള്ള കൊലപാതക സംവിധാനം ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോയിട്ടാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നത്. ക്ലാസിക്കൽ ഫാസം അതാണ്. നിങ്ങൾ ഇന്ന് ഫാസമാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ തലയിലേക്ക് കയറി വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുയോഗം നടത്താൻ പറ്റില്ല, ജനാധിപത്യ സംവിധാനം പാടില്ല, പാർലമെന്ററി വ്യവസ്ഥ പറ്റില്ല, തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ പറ്റില്ല, പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടക്കുകയാണ്, ലക്ഷത്തിനാണ് കൊല്ലുകയാണ്. അതാണോ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം? നിങ്ങൾ വെറുതെ ഒരു പദം ഉപയോഗിച്ചാൽ പോരല്ലോ. അതാണോ ഇന്ന് ഇന്ത്യയുടെ സാഹചര്യം? അല്ല. എന്താണ് ഇന്ത്യയുടെ ഇന്നത്തെ പുതിയ സാഹചര്യം? ലോകത്തിന്റെ പുതിയ സാഹചര്യം, ലോകത്തിന്റെയും ഇന്ത്യയുടെയും പുതിയ സാഹചര്യം പുതിയ സാമ്പത്തിക നിലപാടുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ ഉൽപ്പന്നമായ നിയോ ഫാസിസത്തിൻ്റെതാണ്. അത് വെറുതെ നിയോ ഫാസിസത്തിനാണ് പറഞ്ഞാൽ പോരാ. നേരത്തെ ഞാൻ പറഞ്ഞ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തോടൊപ്പം തന്നെ അത് പഴയതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങത്തക്ക രീതിയിലുള്ള ശത്രുതാപരമായ വൈരുദ്ധ്യമായി മൂർച്ഛിച്ചു നിൽക്കുന്നില്ല. അതും കൂടി ഇതിന്റെ ഒപ്പം മനസ്സിലായാലേ പറ്റൂ. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം മുമ്പത്തെ പോലെ ശത്രുതാപരമായി ഒരു യുദ്ധത്തിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ അത് ശക്തി പ്രാപിച്ചു നിൽക്കുന്നില്ല. എന്നാൽ ലോകവ്യാപകമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി, ആഗോളവൽക്കരണം ഉൾപ്പെടെയുള്ള പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി അത് സൃഷ്ടിച്ച പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ ഉൽപ്പന്നമാണ് പുത്തൻ ഫാസം. അതിന്റെ ഉൽപ്പന്നമാണ് പുത്തൻ ഫാസം. അതിന്റെ ഒരു ഭാഗമാണ് പുതിയ ഫാസിസ്റ്റിക് രീതി എന്ന് പറഞ്ഞാൽ പുതിയ ഫാസിസ്റ്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളും നയങ്ങളും. ഇത് നമ്മൾ ഇവിടെ മാത്രം കാണുന്നതല്ല, ലോകത്തിലെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടുകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ പാർട്ടി മുമ്പ് വിശകലനം ചെയ്തതുപോലെ ഈ തീവ്ര വലതുപക്ഷം എങ്ങനെയാണ് വരുന്നത്? പുതിയ സാമ്പത്തിക നയത്തിന്റെ അനന്തരഫലമായ പ്രതിസന്ധിയെ ഉപജീവിച്ചുകൊണ്ട്, അത് പൂർണ്ണമായിട്ട് മുതലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ സ്വന്തം തന്നെ മുന്നോട്ടേക്ക് വെച്ച് തീവ്ര വലതുപക്ഷം മുന്നോട്ടേക്ക് വരികയും ജയിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ അവസാനം ജർമ്മനി ഉൾപ്പെടെ നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം ജർമ്മനി ഉൾപ്പെടെ കാണുന്നത്. എന്നാൽ ആ പുതിയ ഫാസം പാർലമെന്ററി വ്യവസ്ഥ അവസാനിപ്പിച്ചോ? അവിടെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചോ? പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിൽ വെച്ചോ? ഗ്യാസ് ചാമ്പറിലിട്ട് മനുഷ്യരെ കൊന്നോ? പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെയില്ല. അതുകൊണ്ട് പഴയ ക്ലാസിക്കൽ ഫാസമല്ല, പുതിയ ഫാസം പുതിയ രീതിയിലാണ്. പാർലമെന്ററി സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. എന്നിട്ടോ പാർട്ടി വളരെ വ്യക്തമായിട്ട് ആ കുറിപ്പിൽ വിശദീകരിച്ചു. ഈ പാർലമെന്ററി സംവിധാനത്തെയും ജനാധിപത്യ മുഖത്തെയും നിലനിർത്തിക്കൊണ്ട് അതിന്റെ അകത്ത് തന്നെ എങ്ങനെ ഫാസിസ്റ്റിക് രീതി എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് പ്രവണത നടപ്പിലാക്കാം എന്ന കാര്യമാണ് BJP കൈകാര്യം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇനി ഓരോന്നും നോക്കേണ്ടത്. നമുക്കറിയാലോ, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോൾ മിക്കവാറും RSSന്റെയും BJPയുടെയും കൃത്യമായിട്ടുള്ള താളത്തിന് തുള്ളുന്ന ശക്തിയായിട്ട് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെല്ലെ മെല്ലെ പടിപടിയായി ഫാസിസ്റ്റിക് രീതിയിലേക്ക് നീങ്ങാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ സാർവദേശീയ പശ്ചാത്തലത്തിൽ തന്നെ ഈ നിയോ ഫാസിസത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഫാസിസ്റ്റിക് രീതിയിലുള്ള പ്രവണത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ആ അജണ്ട കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോർപ്പറേറ്റുകളും കുത്തക മുതലാളിമാരും അതിന്റെ ഒപ്പം ചേർന്ന് ഹിന്ദുത്വ വർഗീയവാദികൾ, അതിന്റെ ഭാഗമായി അമിതാധികാര വാഴ്ച, അങ്ങനെയാണ് പാർട്ടി അതിനെ വിശകലനം ചെയ്തത്. അമിതാധികാര വാഴ്ച അതിന്റെ പദപ്രയോഗമായിട്ടാണ്
ഈ പറയുന്ന പുതിയ ഫാസിസ്റ്റ് സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പാർട്ടി പറഞ്ഞു. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ കുറിപ്പ് കൊടുത്തത്. പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഒരു കുറിപ്പ് കൊടുത്തത്. ആ കുറിപ്പ് രഹസ്യരേഖയാണ് എന്നാണ് മാതൃഭൂമിക്കാരൻ പറഞ്ഞത്. ഒരു രഹസ്യരേഖയുമല്ല. പാർട്ടി മെമ്പർഷിപ്പ് ഈ പറയുന്ന ഫാസിസവും ക്ലാസിക്കൽ ഫാസിസവും പുതിയ ഫാസിസവും ആ പുതിയ ഫാസിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സാഹചര്യങ്ങളും ആ സാഹചര്യത്തിന്റെ ഭാഗമായി ഞാൻ ഈ പറഞ്ഞ കുത്തക മുതലാളിത്തത്തിന്റെ അതുപോലെ ഹിന്ദുത്വ അജണ്ടയുടെ നേരത്തെ പറഞ്ഞ പുതിയ സാമ്പത്തിക നിലപാടിന്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഫാസിസ്റ്റിക് രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഫാസിസത്തിലേക്ക് എത്തിയെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞില്ല, ഇന്നും പറയുന്നില്ല. ഫാസിസത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. എന്നാൽ ഫാസിസ്റ്റിക് എന്നാണ് ഉപയോഗിച്ചത്, ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത്. അത് ഉദ്ദേശിക്കുന്നത് ഫാസിസ്റ്റ് പ്രവണതകളെ തന്നെയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഒരു കടന്നാക്രമമാണ് ജനാധിപത്യ സംവിധാനത്തിനെതിരായി, മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായി, ഫെഡറൽ സംവിധാനത്തിനെതിരായി ഇന്ത്യയിൽ നരേന്ദ്രമോദി മൂന്നാമത്തെ ടേമിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് ഫാസിസത്തിലേക്കല്ല, അല്ലെങ്കിൽ പുതിയ ഫാസിസത്തിലേക്കല്ല, പടിയായി ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അമിതാധികാര വാഴ്ചയുടെ ഭാഗമായി ഉപയോഗിക്കുന്നു എന്നാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായും അതിന്റെ കുറിപ്പിന്റെ ഭാഗമായിട്ടും വിശദീകരിച്ചത്.